പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയിലൂടെയുള്ള ആ നിത്യരക്ഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ പരിപൂർണതയിൽ വെളിപ്പെടണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുകയാണ്. ത്രിയേക ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. ആമേൻ. എന്നോട് ചില വ്യക്തികൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജൊക്കെ ഇടുമ്പോൾ അവർ പറയാറുണ്ട് അവരുടെ അവസ്ഥകൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ. അത് ചില വ്യക്തികൾ പറയുന്നത് അവർ ചിന്തിക്കുന്നു അവരുടെ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഈ ജന്മത്തിലെ കർമ്മഫലമാണ് ഇങ്ങനെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രചോദിപ്പിച്ച് നൽകുന്ന ഒരു സന്ദേശം, ദൈവത്തിൻ്റെ സ്നേഹത്തെ എത്രമാത്രം ഒരാത്മാവിനോട്, ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളെന്ന വ്യക്തിയോട് ദൈവത്തിനുള്ള സ്നേഹം എത്ര ആഴമേറിയതാണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ദൈവം എന്നോട് എപ്പോഴും പ്രചോദിപ്പിക്കാറുണ്ട്. അതായത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവപിതാവ്, പുത്രനായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം, ത്രിയേക ദൈവം നിന്നെ സ്നേഹിക്കുകയാണ്. ഹി ലവ്സ് യു. ആ ട്രിനിറ്റേറിയൻ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ പൊതിയപ്പെട്ട, അല്ലെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീ. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഈ ഭൂമിയിൽ നമ്മളൊക്കെ ഒരുപാട് വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അല്ലേ? ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ അടുത്ത കുടുംബത്തിലുള്ളവരെ നമ്മളേറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ഏറ്റവും നൈസായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെക്കാളും മനോഹരമായ വ്യക്തിത്വമുള്ള ആളാണ് കർത്താവായ യേശു. അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അപ്പം എന്താണ് യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവം നമുക്ക് നൽകുന്ന മോക്ഷം, നിത്യരക്ഷ? നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഒരു റൂട്ടിനകത്ത് കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് പല കാര്യങ്ങൾക്കകത്ത് കൂടെ കയറി ഇറങ്ങുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം നമ്മൾ കരികിലേക്ക് കടന്നു വരികയാണ്. യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നു, ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി. അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി. അപ്പം ഇതൊരു മതമല്ല, ഇത് ദൈവത്തിന് ഒരാത്മാവിനെ രക്ഷയിലേക്ക്, സാൽവേഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇറ്റ് കോസ്റ്റ് ഹിം എവ്രിതിങ്. ദൈവത്തിന് തന്നെ ശൂന്യനാക്കി ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന് നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി നമ്മളെ ഈ ഒരു ചെയിനിനകത്തുനിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നാളൊരു വ്യക്തി എന്നോട് പറയുകയാണ്, അവരുടെ അവസ്ഥകളെല്ലാം ഒരു കാർമിക് സൈക്കിൾ കാരണമാണെന്ന് ഇങ്ങനെ ആരോ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളെ ഈ ഒരു കാർമിക് സൈക്കിളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഒരു തീരുമാനമെടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടതകളും വിഷമങ്ങളെല്ലാം കഴിഞ്ഞ ജന്മത്തിലെയോ ഈ ജന്മത്തിലെയോ ഒക്കെ തെറ്റുകളുടെയൊക്കെ കാർമിക് റിട്ടേൺ ആണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പലപ്പോഴും അവർക്ക് ഒരുപാട് വിഷമങ്ങളാണ്, അങ്ങനെ ആത്മഹത്യ ചിന്തയിലൊക്കെ വേട്ടയാടപ്പെട്ട് കഴിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, നല്ലപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുമുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനം എപ്പോഴും ഇൻഡിവിജ്വലി ദൈവം അവരെ സ്നേഹിക്കുന്നു. ഈ സഹനത്തിൻ്റെ നടുവിലേക്ക് സുവിശേഷം നൽകുന്ന സന്ദേശം എന്താ? ഈ സഹനത്തിൻ്റെ നടുവിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹി വാണ്ട്സ് ടു സെറ്റ് യു ഫ്രീ. നിന്നെ സ്നേഹിക്കുന്ന നിമിത്തമാണ് ഈ ഒരു ചെയിനിനകത്തുനിന്ന് പുറത്ത് നീ വരുന്നതിന് വേണ്ടി നിന്റെ പാപത്തിൻ്റെ ശിക്ഷ ദൈവപുത്രനായ യേശു ഏറ്റെടുക്കുന്നത്. അതാണ് 2 കൊരിന്ത്യർ 5:20. നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി തീർത്തു. അപ്പോൾ ഇതൊരു സൈക്കിളിൻ്റെ ചെയിൻ പോലെ മനുഷ്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെയിനിനകത്തുനിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവനൊരു പുതിയ സൃഷ്ടിയാക്കുന്നതിന് വേണ്ടി ദൈവം, ഈശ്വരൻ, ഭഗവാൻ, ഗോഡ് തീരുമാനമെടുത്ത് ഈ ഭൂമിയിൽ ജന്മമെടുത്ത് മനുഷ്യാത്മാവിന് അതിൽ നിന്നൊരു പരിപൂർണ വിമോചനം സംലബ്ധമാവുകയാണ് തന്നിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെ നോക്കി അപ്പസ്തലൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്,
ദൈവത്തിന് ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. അപ്പൊ പാപത്തിന്റെ വേതനം എന്താ? മരണമാണ്. അപ്പോൾ ആ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. അപ്പം ദൈവം, ഈശ്വരൻ, ഗോഡ്, ഭഗവാൻ, ആ യേശുവിലൂടെയുള്ള ആ ഒരു നിത്യജീവൻ, രക്ഷ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കാര്യം ഉണ്ടാകുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. എന്താണത്? നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. അപ്പം യേശുക്രിസ്തുവിലൂടെ രക്ഷ ലഭിച്ച ഒരു വ്യക്തിയെ പൗലോസ്ലേഖ വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ്. ആ വിശുദ്ധർ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വിശുദ്ധരെ ദൈവം വിശുദ്ധീകരിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിനകത്തും ദൈവം കൂടെ വന്നിരുന്ന് നിങ്ങളെ വഴി നടത്തുകയാണ്. അതായത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത് കൂടുതൽ ഈശോനെ ഹൃദയത്തിൽ, ഈശോയുടെ ഈ ഒരു സുവിശേഷം കേട്ട് യേശുവിനെ ഉള്ളിലോട്ട് സ്വീകരിച്ച ഓരോ വ്യക്തികൾക്കും കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും. അതായത് നമ്മളൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളിലെ ജഡം നമ്മളോട് ഒന്ന് താഴ്ന്നു നിൽക്കാൻ നമുക്ക് പറ്റാത്ത അവസരങ്ങളുണ്ട്. നമ്മുടെ ജഡം പറയും, നീ എന്തിനാ താഴ്ന്നു നിൽക്കുന്നത്, നീ എന്തിനാ ക്ഷമിക്കുന്നത്, നീ എന്തിനാ പൊറുക്കുന്നത്, നീ എന്തിനാ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ചില സിറ്റുവേഷനിലൂടെ ദൈവം നമ്മളെ കയറ്റിവിടും. അതായത് നമുക്ക് ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് ഫൊർഗീവ് ചെയ്യുവാൻ, ഒന്ന് ലെറ്റ് ഗോ ചെയ്യുവാൻ, ചില സ്ഥലത്തൊന്ന് താഴ്മയോടെ നിൽക്കുവാൻ. എന്തിനാ ദൈവം ആ അവസരം ഒരുക്കുന്നത്? യേശുക്രിസ്തുവിലൂടെയുള്ള വിശുദ്ധീകരണത്തിൽ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾക്കുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിലൂടെയുള്ള പരിപൂർണത നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരുന്നിട്ടും അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അപ്പൊ എന്തിനു വേണ്ടിയാണ് ദൈവം ചില അവസരങ്ങളിലൂടെ ചില വിശുദ്ധീകരണം നമ്മൾക്ക് അനുവദിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ വിശുദ്ധീകരണത്തിന് നടുവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള മോക്ഷം എന്താണ്, യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ എന്താണ് എന്നുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരാൻ നമ്മൾ കാണുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അപ്പൊ ഈ മെസ്സേജ് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഒരുപാട് മനുഷ്യര് മോക്ഷം, നിത്യജീവൻ, മരണശേഷമുള്ള ജീവിതം ഇതൊക്കെ തെരഞ്ഞ്, അല്ലെങ്കിൽ ചിലവർ ചിന്തിക്കുന്നു ഞാനിങ്ങനെ മുജ്ജന്മ പാപം, കാർമിക് സൈക്കിളിന്റെ ഒക്കെ പരിണിത ഫലമാണ് ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ദൈവം ആ ഒരു കേജിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്ക് വലിയൊരു ഫ്രീഡം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വലിയൊരു ഫ്രീഡം പരിശുദ്ധാത്മാവിലൂടെ നൽകുകയാണ്. ഇത് പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാവുകയാണ്. പരിശുദ്ധാത്മാവിൽ അപ്പൊ ഈശോയിലൂടെ ലഭിക്കുന്ന ആ രക്ഷ എന്നുള്ളത് സൗജന്യമായി നമുക്കെല്ലാവർക്കും ദൈവം ദാനമായി നൽകുന്നു. ആ സൗജന്യമായ രക്ഷ ലഭിച്ച ഓരോ ആത്മാവിനോടും പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം എന്താ? അപ്പസ്വലം പഠിപ്പിക്കുകയാണ്, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകളുണ്ട്. ആ പ്രേരണയനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ വിശുദ്ധീകരണം എന്നുള്ള ആ ഒരു ഭാഗം റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കുറച്ചു മുമ്പ് കേട്ടല്ലോ. യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിശുദ്ധീകരണവും അതിനുശേഷം നിത്യജീവനുമുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ശരീരത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചില പ്രേരണകളുണ്ട്. ആ പ്രേരണയനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ജഡമോഹങ്ങളെന്നും എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ നിത്യജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളാണ് ഇനി താഴെ നമ്മൾ കാണുന്നത്. 20-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാക്യമാണ് കേട്ടോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദ്രോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്.
ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായ ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. അപ്പം എന്നോട് ചില വ്യക്തി ഞാൻ പറഞ്ഞല്ലോ ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ ഒരു കാർമിക് സൈക്കിളിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. അപ്പം ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ഈവൻ ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും 90% ആൾക്കാർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു ചിലപ്പോൾ ഇന്നവരെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇറ്റേണൽ സാൽവേഷൻ, നിത്യമായ രക്ഷയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആത്മാവിൻ്റെ കാര്യങ്ങൾ, ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവൻ, ഇതെല്ലാം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതെല്ലാം യേശുക്രിസ്തുവിൽ, അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഫുൾനെസ്സിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ കാര്യം കേൾക്കാൻ ഇഷ്ടമാണ്. ഈ അനുഗ്രഹം, ആ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകുന്ന രക്ഷ. രക്ഷ നിങ്ങളുടെ ആത്മാവിന് ദൈവം വലിയൊരു വില തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിന് വലിയൊരു വില ദൈവം നൽകുന്നുണ്ട്. യുവർ സോൾ ഇസ് സോ പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ ഫോർ ഗോഡ്. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. അപ്പം സുവിശേഷം എന്നാൽ ദൈവത്തിന് നിങ്ങളോടുള്ള ആ സ്നേഹം നിമിത്തം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്ലേസിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് നിങ്ങളുടെ ആത്മാവിന് നിത്യമായ സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ട വഴി ദൈവം തുറക്കുവാണ്. അതിനാണ് ദൈവം ഈ ഭൂമിയിലോട്ട് കടന്നു വന്നത്. അപ്പം എന്താണ് യേശു ഈ ഭൂമി വന്നത് എന്തിനാ? യേശു എന്തിനാ ഈ ഭൂമി വന്നത്? ചിലർ യേശുദേവൻ എനിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് പറയും. യേശുദേവൻ എന്തിനാ ഈ ഭൂമി വന്നേ? യേശുദേവൻ മതം സ്ഥാപിക്കാൻ വന്നതാണോ? അല്ല. യേശുദേവൻ കുറച്ച് മോറൽ ടീച്ചിങ് പഠിപ്പിക്കാൻ വന്നതാണോ? യേശുദേവന്റെ, ഭഗവാന്റെ, ദൈവത്തിന്റെ, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്താ? ഈ ഭൂമിയിൽ വന്ന് നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് നിന്നെ ഈ ഒരു സൈക്കിളിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം. നിന്റെ ആത്മാവിന് മോക്ഷം നൽകണം. അതിനുവേണ്ടി പാപമറിയാത്ത ദൈവം നിനക്ക് വേണ്ടി പാപമായി തീരുന്നു. നീ ദൈവത്തിന്റെ നീതിയായി തീരുന്നതിന് വേണ്ടി ദൈവം നീതീകരിച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശുബലിയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ ദൈവം നീതീകരിക്കുകയാണ്. ഇനി ആ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്കുള്ള കാര്യമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്? ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായ ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാന നിത്യജീവനുമാണ്. പാപത്തിന്റെ വേദന മരണമാണ്, ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. അപ്പം യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ഈ ഒരു ജീവിത യാത്രയിൽ നമുക്ക് എപ്പോഴും ഈ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ എന്നെ സ്നേഹിക്കുന്ന ആ ദൈവം എന്നോടൊപ്പമുണ്ട്, എന്നോടൊപ്പം വസിക്കുന്നു. നിന്നോടൊപ്പമുണ്ട്, നിന്നോടൊപ്പം വസിക്കുന്നു. അപ്പം ആ ദൈവവുമായിട്ടാണ് ഞാൻ ഫെലോഷിപ്പിലായിരിക്കുന്നത്. ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെയുള്ള ആ ദൈവത്തോട് നമ്മൾ വിധേയപ്പെട്ട് ആ ഒരു ഫെലോഷിപ്പിൽ ഓരോ ദിവസവും നമ്മൾ വളർന്നു വരുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിന്ന് പുറത്തോട്ട് വരുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒരു ജഡത്തിൻ്റെ വ്യാപാരവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നിൽക്കുന്ന നമ്മൾ പലപ്പോഴും ഓർക്കും ഇതൊക്കെ കട്ടിയായിട്ടുള്ള മെസ്സേജാണ്. ഇത് കട്ടിയായിട്ടുള്ള മെസ്സേജ് അല്ല. ഈ ജഡത്തിൻ്റെ വ്യാപാരം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ ഈശോയുടെ ആത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പ് കുറയുമ്പോഴാണ്. അപ്പോൾ കർത്താവുമായിട്ട് നമ്മൾ ചേർന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ സ്നേഹമാണ്, ആനന്ദമാണ്, സമാധാനമാണ്, ക്ഷമയാണ്, ദയയാണ്, നന്മയാണ്, വിശ്വസ്തതയാണ്, സൗമ്യതയാണ്, ആത്മസംയമനമാണ്. എല്ലാ കാര്യത്തിലും പരിപൂർണത അവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ അതിന് 6 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. കണ്ടോ, അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. 9-ാം വാക്യം. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും
അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ ലേഖനം എഴുതുമ്പോൾ എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർത്തപ്പെട്ട് സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ചില ഭാരതീയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള പല ചിന്താഗതികളും ഇപ്പോൾ ശങ്കരാചാര്യരൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം പൗലോസ്ലീഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിലൂടെ നമ്മളും സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. യു ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ്. അപ്പോൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്, പക്ഷേ ഭൂമിയിൽ ജീവിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിന്നീട് അപ്പസ്തലന്മാർ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അംബാസിഡറാണ്. ഈ ഭൂമിയിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. പത്രോസ്ലീഹ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ രാജകീയ പുരോഹിതരാണ്. ആരെയാ ക്രിസ്തുവിന്റെ രാജകീയ പുരോഹിതരെന്ന് വിളിച്ചത്? ആരെയാ ക്രിസ്തുവിന്റെ രാജകീയ പുരോഹിതരെന്ന് വിളിച്ചത്? യേശുവിൽ വിശ്വസിച്ച് ദൈവം സൗജന്യമായി നൽകുന്ന ഈ നിത്യരക്ഷയെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്ന ഈശോയുടെ ഓരോ മോനെയും മോളെയും നോക്കി, ഈശോയുടെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈശോയെ നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിനുള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. നിങ്ങൾ ഈശോയുടെ രാജകീയ പുരോഹിതനാണ്. ഈശോയുടെ ഏറ്റവും വേണ്ടപ്പെട്ട വിലപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് കർത്താവിൻ്റെ ഒരു കാര്യം എനിക്കറിയാം. കർത്താവ് ഒരിക്കലും ചിലപ്പോൾ ഇന്ന് രാവിലെ ഈശോയിൽ വിശ്വസിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാകട്ടെ, 30 വർഷം മുമ്പ് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, അവിടെ കർത്താവിന് ഈ ഒരു നമുക്കുള്ള പോലത്തെ ഞാൻ മുതിർന്ന കൂടിയ ക്രിസ്ത്യാനി, മറ്റൊരാൾ കുറഞ്ഞ ക്രിസ്ത്യാനി, അങ്ങനത്തെ സംഭവമൊന്നും ദൈവത്തിനില്ല. യേശു പറഞ്ഞു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നവനും 1 ദനാറ, അവസാന മണിക്കൂറിന് വന്നവനും 1 ദനാറേ കൊടുക്കുന്നത്. അപ്പം ഒരാൾ വന്ന് ചോദിക്കും, കർത്താവേ അത് ശരിയാണോ? ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ പണിയെടുത്തതല്ലേ? ഈശോ നൽകുന്ന ഉത്തരം എന്താ? ഞാനാണ് മാനേജർ, ഉടമസ്ഥൻ, തൊഴിലിന് വിളിച്ചവൻ. അത് ഞാനാണ്. എനിക്കറിയാം ആർക്കെന്ത് കൊടുക്കണം എന്നുള്ള കാര്യം. ഇത് ദൈവരാജ്യം, ഇവിടെ ചോദ്യങ്ങളൊന്നുമില്ല. ഇത് ദൈവത്തിന്റെ രാജ്യമാണ്. ഇറ്റ് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ഈ ഒരു കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഏറ്റവും വലിയ കിങ്ഡം പ്രിൻസിപ്പിളാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു ജീവിക്കുക. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ജഡത്തിൻ്റെ തലങ്ങളെയും ആ ഒരു വൈകാരിക തലങ്ങളെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഉള്ള ആ മരണത്തോട് ചേർത്ത് വെച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമുക്കതിനെ മറികടക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കാറുണ്ട്, യേശുക്രിസ്തുവിനോടുള്ള രക്ഷ, ഈ പുതിയ നിയമത്തിൻ്റെ രക്ഷ എന്താണ്? അത് എന്താ സംഭവം? ഇത് ആർക്കാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ക്രിസ്ത്യാനികളുടെ ഒരു ഗോസ്പലൊന്നുമല്ല. അങ്ങനെ ഒരു സംഭവമില്ല. ദൈവം ഒരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യുന്നത് അത് ഒരു പർട്ടിക്കുലർ മതത്തിലോ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളത് ഓരോ മനുഷ്യനും അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ്. അപ്പം ഇന്ന് നിങ്ങൾ ചിലപ്പം ക്ഷേത്രങ്ങളിൽ പോകുന്ന, വിവിധ ആരാധനാലയങ്ങളിൽ പോകുന്ന, ഒത്തിരിയും പ്രാർത്ഥനകൾ ദൈവത്തോട് ചെല്ലുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ വളരെ അസ്വസ്ഥപ്പെട്ട് ചില ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ച്, ദൈവമേ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണം എന്താണെന്നൊക്കെ ചോദിച്ച് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരികയാണ്. ദൈവത്തിന് നിങ്ങളോട് നൽകാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്, ഗോഡ് ലവ്സ് യു. നിങ്ങളുടെ ജാതിയോ മതമോ ഇതൊന്നും ദൈവം മാറാനോ, ജാതിയോ മതമോ ഒന്നുമല്ല ദൈവം സുവിശേഷത്തിലൂടെ ഭൂമിയിൽ നൽകുന്ന സന്ദേശം. യുവർ സോൾ ഈസ് പ്രഷ്യസ്. നിങ്ങളുടെ ആത്മാവ് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ആത്മാവിന് വലിയൊരു വിലയുണ്ട്. നിങ്ങളെ ദൈവം നിത്യമായി സ്നേഹിക്കുന്നു. ഇപ്പം നിങ്ങൾ അക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടാണ്, നിങ്ങൾ ഭഗവാനെ, ഈശ്വരനെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തി. ആ ഭഗവാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ആ സ്നേഹം നിമിത്തം നിങ്ങളെ ഈ ഒരു കാർമിക് സൈക്കിളിൽ നിന്ന്, ഈ ഒരു ചെയിനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം വലിയൊരു സാക്രിഫൈസ് നടത്തുകയാണ്. ഈ ഭൂമിയിൽ കടന്നു വന്ന് നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നിങ്ങളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. അപ്പം യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ലോകത്തിന് മുഴുവനുള്ള സകലർക്കും വേണ്ടി മരിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നു. പക്ഷേ വചനം നൽകുന്ന ബൈബിൾ നൽകുന്ന, പുതിയ നിയമം നൽകുന്ന വലിയൊരു റെവലേഷൻ ഉണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന് 20-ാം വാക്യം പൗലോസിനെ പറയുകയാണ്, എനിക്ക് വേണ്ടി മരിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകിയ ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എൻ്റെ ജീവിതം. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം എന്നുള്ളത്
പാടെ മാറി മറിയുകയാണ്. ഒരു ആത്മാവ് തിരിച്ചറിയുകയാണ്, എനിക്ക് വേണ്ടിയാണ് ദൈവപുത്രൻ മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഈശോ ബലിയായി തീർന്നത്, എനിക്ക് വേണ്ടിയാണ് ആ സാക്രിഫൈസ് ചെയ്തത്. ഇറ്റ് ഈസ് ഫോർ മീ, എനിക്ക് വേണ്ടി, എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി, എൻ്റെ ആത്മാവിന് രക്ഷ നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പുത്രൻ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയുള്ള ആ സ്വാതന്ത്ര്യം നിറഞ്ഞ ജീവിതം. ഈ ആത്മാവിന്റെ അഭിഷേകത്തിലുള്ള സ്വാതന്ത്ര്യം നിറഞ്ഞ ജീവിതം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് ശുശ്രൂഷ നൽകി അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. ഈ ഭൂമിയിലെ കർത്താവ് ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഈ ഒരു സഭ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ശരീരം, അതൊരു സംഘടനയോ സമുദായമോ ഒന്നുമല്ല, യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉണ്ട്. യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗം, അത് മുറിക്കാനൊന്നും പറ്റത്തില്ല. കൈക്കൊരു മുറിച്ചിട്ട് ഒരു പേര്, കാലിന് മുറിച്ചിട്ട് വേറെ പേരം നടക്കുകയില്ല. ഈ സഭയുടെ അധികാരി, അതിന്റെ ഉടമ എന്നുള്ളത് ഈ ഭൂമിയിലുള്ള ആരുമല്ല, അത് കർത്താവ് യേശുക്രിസ്തുവാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് അതിന് ഓരോ കൈക്കും കാലിനും വേറെ പേരൊന്നുമില്ല, ഒരൊറ്റ ശരീരമാണ്. ഹല്ലേലൂയ. അത് ആത്മാവിലാണ്, ആത്മാവിലാണ്, ആത്മാവിലാണ്. നമ്മൾ ഭയങ്കര ബുദ്ധിയുടെ തരത്തിലുള്ള പഠനങ്ങളും പല സംഭവങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട്. അതൊന്നും ഇത് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലാണ്, ആത്മാവിൽ. ഹല്ലേലൂയ. അപ്പം ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ചില വീടുകളിലിരുന്ന് നിങ്ങൾക്ക് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ അങ്ങനെയുള്ള അവസരങ്ങളൊന്നുമില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ഇന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇന്ന് ദൈവത്തോട് പറയും, ദൈവം ഇന്ന് കേട്ട ഈ സന്ദേശം സത്യമാണെങ്കിൽ എന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തണേ. യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്ന രക്ഷ പ്രാപിക്കും. യേശുവിനെ നോക്കി സ്നാപയോഹനാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ദൈവം സ്നാനപ്പെടുത്തും. അതായത് ഒരു മനുഷ്യൻ ഈ ഒരു സൈക്കിളിനകത്ത് നിന്ന് പുറത്തു വരുന്നതിന് സ്വർഗം നൽകുന്ന അറ്റസ്റ്റേഷനാണ്, മുദ്രയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏത് മനുഷ്യൻ ഈ ഭൂമിയിൽ വിശ്വസിക്കുകയാണ്, എൻ്റെ പാപത്തിന്റെ ശിക്ഷ ദൈവപുത്രനായ യേശു ക്രിസ്തു ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഇത് വിശ്വസിക്കുന്നവനിലേക്ക് ആത്മാവിന്റെ ശക്തി കടന്നു വരികയാണ്. പിതാവെ, പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഈ സന്ദേശം കേൾക്കുവാൻ സ്വർഗം നിയോഗിച്ച ആത്മാവിന്റെ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടിനുള്ളിൽ, അവരായിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് അവർക്ക് അനുഭവിക്കുവാൻ ഇടയാക്കത്തക്ക വിധം കർത്താവ് ഈ നിമിഷം തന്നെ അത് വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. ഈശോയോട് ഇങ്ങനെ പറഞ്ഞ്, യേശുവെ, അങ്ങ് എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്നുവെന്നും എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി, എനിക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി, എനിക്ക് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് ക്രൂശിൽ ബലിയായി തീർന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങയിലൂടെയുള്ള ആ നിത്യരക്ഷയ്ക്കുള്ളിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളിൽ വന്ന് അവിടുന്ന് വസിക്കണമേ, വാഴണമേ. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ബൈബിളിൻ്റെ ഭാഷയിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുക. യു ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ. ഈ ഭൂമിയിൽ ദൈവം ഈ ശുശ്രൂഷകളെല്ലാം വെച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. സഭ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് സ്കൂളും കോളേജും ഹോസ്പിറ്റലും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയൊന്നുമല്ല. അത് ഒക്കെ എന്നാ പറയും, നടത്തുന്നതിലൊന്നും തെറ്റില്ല. പല സഭാ വിഭാഗങ്ങളും സ്കൂളും കോളേജും ഹോസ്പിറ്റലും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് വാസ്തവത്തിൽ ദൈവം സഭയെ ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം ക്രിസ്തുവിന്റെ റവലേഷൻ ഈ ഭൂമിയിൽ പങ്കുവയ്ക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം ഈ ഭൂമിയിൽ പങ്കുവയ്ക്കണം. ക്രിസ്തുവിലൂടെയുള്ള ഈ ആത്മരക്ഷ ജനങ്ങൾ അനുഭവിക്കണം. അതായത് ഇത് ഏറ്റവും ലളിതമായ സംഭവമാണ്. ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞു, ഏറ്റവും നൈസായ ഒരു വ്യക്തിത്വം, ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുമുട്ടിയ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തെക്കാളും മനോഹരമായ വ്യക്തിത്വമുള്ള, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ വ്യക്തിത്വമാണ് കർത്താവായ യേശു. ഹി ലവ്സ് യു അൺകണ്ടീഷണലി. കർത്താവിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഭയങ്കര വലിയ സ്ഥാനമാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നിന്നെ സ്നേഹിക്കുന്നു. അതാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവം നിന്നെ സ്നേഹിക്കുകയാണ്. ഒരാൾക്ക് ദൈവം നൽകുന്ന വില എത്രമാത്രം വലുതാണെന്ന്, ഒരാൾക്ക്. ചിലപ്പോൾ ഇന്ന്
അങ്ങനെ ഒരു വചനപ്രഘോഷകനെയോ പള്ളിയിലച്ഛനെയോ പാസ്റ്റർമാരെയോ ഒന്നും ഭൂമി കാണാൻ മാനുഷികമായ പരിമിതികൾ കാണും. പക്ഷെ യേശുവിന് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരാൾ. കർത്താവ് ഒരിക്കൽ ഗെരസേനരുടെ നാട്ടിലേക്ക് ഒരാളെ തപ്പി കടന്നുപോയി. ഈശോയെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കർത്താവ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തിങ്ങിക്കൂടി വരുമായിരുന്നു. പക്ഷേ ഈശോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തകർന്ന മനുഷ്യരെ തേടി കർത്താവ് കടന്നു. ഒരിക്കലും കർത്താവ് മലയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അക്കരയ്ക്ക് പോകാൻ അവർ യാത്ര ചെയ്യുമ്പോൾ വലിയ കടലൊക്കെ പ്രക്ഷോഭമായി, കാറ്റും പ്രതികൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നു. അതിനെല്ലാം തരണം ചെയ്ത് ഇവർ ഗെരസേനരുടെ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. ഇപ്പം ചില ടോക്കുകളൊക്കെ ദൈവം, ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈശോൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയും, ഇത് ഒരാൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട്, ഒരാൾക്ക് വേണ്ടി. നമ്മൾ ചിന്തിക്കും കർത്താവിന് ലക്ഷക്കണക്കിന് മാസീവ് ക്രൗഡ് എന്നുള്ള ഒരു ചിന്തയെ പോകും. പക്ഷേ ഈശോ ഈ ഒരാത്മാവ്, നീ എന്ന വ്യക്തി ഈശോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് ഗെരസേനയുടെ നാട്ടിൽ ഈശോ ചെല്ലുന്നത് പിശാച് ബാധിച്ച ഒരു മകനെ സൗഖ്യം കൊടുക്കാനാണ്. ആ വ്യക്തിക്ക് ഈശോ ഡെലിവറൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിലുണ്ടായിരുന്ന ദുഷ്ടാരൂപികളെല്ലാം ഒരു പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ച് പന്നി പോയിട്ട് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന ഒരു ഭാഗം മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ പന്നികൾ ചത്ത സമയത്ത് നാട്ടുകാരെല്ലാവരും ഓടി വന്നിട്ട് കർത്താവിനോട് അവിടം വിട്ട് പോകാൻ പറയുന്നുണ്ട്. കാരണം അവർക്ക് ഈ മനുഷ്യന് രക്ഷ ലഭിച്ചതോ സൗഖ്യം ലഭിച്ചതോ ഡെലിവറൻസ് ലഭിച്ചതോ അല്ല. ആ മനുഷ്യർ പന്നിയെ വളർത്തുമായിരുന്നു. പന്നിയെ അവർ ഭക്ഷിക്കത്തില്ല. ജൂതന്മാരുടെ ഇടയിൽ അവർ പന്നിയെ ഭക്ഷിക്കാറില്ല. ആ കാലഘട്ടത്തിൽ ആ നാട്ടിലുള്ള മനുഷ്യർ ഈ പന്നിയുടെ വിസർജനം ഉപയോഗിച്ച് വളത്തിനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ, അതായത് യേശുക്രിസ്തുവിലൂടെ ഗെരസേനരുടെ നാട്ടിൽ വെച്ച് സൗഖ്യം കിട്ടിയ ആ മനുഷ്യന്, ആ നാട്ടുകാര് ആ മൃഗത്തിന്റെ വിസർജനത്തിന് കൊടുത്ത വില പോലും കൊടുത്തിട്ടില്ല. ഓർത്തു നോക്കി. ആ മനുഷ്യന് സൗഖ്യം കിട്ടി. ആ സൗഖ്യം തന്ന കർത്താവിനോട് നാട് വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞു. കാരണം അവർക്ക് ആ മനുഷ്യന്റെ സൗഖ്യമൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. ചിലപ്പോൾ ഈ ലോകത്തിലെ മനുഷ്യർ, ഈ ലോകം നിങ്ങൾക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള വേദന നിറഞ്ഞ അവസ്ഥകളും റിജക്റ്റ് ചെയ്യുന്ന, നിരസിക്കുന്ന, തഴയുന്ന മനുഷ്യരുടെയൊക്കെ നടുവിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു. അത് യേശുവിന് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല. നിങ്ങൾ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, മതമില്ലാത്തവനാണോ, വെളുത്തവനാണോ, കറുത്തവനാണോ, ചൈനക്കാരനാണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഹീ ഈസ് ലവിങ് യുവർ സോൾ. നിന്റെ ആത്മാവിനെ യേശു സ്നേഹിക്കുകയാണ്. അപ്പം നിന്റെ ആത്മാവിനെ സ്നേഹിക്കുകയാണ്. അപ്പം ഇന്ന് ഈ ഒരു മെസ്സേജ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. അപ്പം ഇത് ഒരു വ്യക്തിയായിരിക്കും ചിലപ്പം യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഒരു ആത്മാവ് പ്രവേശിക്കുകയാണ്. അത് സ്വർഗത്തിൽ കർത്താവ് സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ വീടിനുള്ളിലേക്ക് യേശു കടന്നു വരുന്നു. നിങ്ങളുടെ ശരീരത്തിലേക്ക് യേശു കടന്നു വരുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക്, ആത്മാവിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു. ഇതാണ് സുവിശേഷം കേട്ടോ. ഇതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. ഈ ദൈവം ഒരാളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇതെന്തിനാ തടയുന്നത്? ഇത് തടയാൻ ദുഷ്ടാരൂപിയാണ് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരു മനുഷ്യനിലേക്ക് കുത്തിത്തുളച്ച് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ അവനിലെ പാപത്തിൻ്റെ വേരുകളെ ആ ദൈവസ്നേഹം പറിച്ചു കളയും. അങ്ങനെ ആ വ്യക്തിയെ നല്ലൊരു വ്യക്തിയാക്കി ദൈവം മാറ്റുകയാണ്. ഇതാണ് ഈശോയുടെ സ്നേഹം നമ്മളിൽ കൊണ്ടുവരുന്ന മാറ്റം. അപ്പം നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി, യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ പിന്നെ ലൈഫിൽ കടന്നു പോകുന്ന എല്ലാ കാര്യത്തെയും നമ്മൾ സമീപിക്കുന്ന രീതി മാറുകയാണ്. പുതിയ നിയമത്തിൽ അതാണ് അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ സഹനങ്ങളും വിഷമങ്ങളും വരുമ്പോഴത്തേക്കും ആ സഹനത്തെ വിഷമങ്ങളെ ബന്ധനമായിട്ടോ വേറെ ആറ്റിറ്റ്യൂഡിലല്ല. അതൊക്കെ പഴയ നിയമത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് എന്താ? ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഹല്ലേലൂയ. അപ്പം അവിടെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേരുമ്പോൾ അവിടെ പത്രോസ്ലിയ പഠിപ്പിക്കുന്ന എന്താണ്? 1 പത്രോസ് 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങളെ പരിശോധിക്കാൻ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. നിങ്ങൾ ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ടിരിക്കും. വിശ്വാസത്തെ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനുള്ള വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടിരിക്കും. അത്ഭുതം നടന്നിരിക്കും. പുതുവഴികൾ തുറന്നിരിക്കും. ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾക്കപ്പുറം നിങ്ങൾക്ക് അനുഗ്രഹം വന്നിരിക്കും. ഉയർച്ചകൾ, ദൈവം നൽകുന്ന ഉയർച്ചകൾ ഉണ്ടാകും. ഹല്ലേലൂയ. 1 പത്രോസ് 5-ാം അധ്യായം 6-7 വാക്യം. നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിന്നാൽ മതി. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇതൊരു കളവായിരുന്നെങ്കിൽ 2000 വർഷം 2025 ഇന്ന് ഞാനിത് നിങ്ങളോട് പറയത്തില്ല.
2000 വർഷമായിട്ട് ഈ സുവിശേഷം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഭൂമിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ. യേശുക്രിസ്തുവിന്റെ എല്ലാ ശിഷ്യന്മാരും, യോഹന്നാൻ ശ്ലീഹ ഒഴികെ പൗലോസ് ശ്ലീഹ അടക്കം എല്ലാവരും രക്തസാക്ഷികളായി. ഒരു കളവിന് വേണ്ടിയായിരുന്നു അവർ രക്തസാക്ഷികളായത്. 2009 മുതൽ 2025 വരെ നൈജീരിയ എന്ന ഒറ്റ രാജ്യത്തിൽ 1,25,000 പേരിലധികം ആൾക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ. ഇതൊന്നും ഒരു മീഡിയയിൽ, ഒരു TV ന്യൂസിൽ ആരും പറയത്തില്ല. അവരാരും രക്തസാക്ഷികളായത് ഏതെങ്കിലും മണ്ടൻ ഐഡിയോളജി വിശ്വസിച്ചുകൊണ്ടല്ല. അവർക്ക് വേറെ ജീവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടില്ല. അവരനുഭവിച്ചറിഞ്ഞ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ വലിയൊരു തലമുണ്ട്. അവർ അനുഭവിച്ചറിഞ്ഞ യേശുക്രിസ്തുവിന്റെ രാജ്യവും നിത്യമായ രക്ഷയും മോക്ഷവും യേശുക്രിസ്തുവിന്റെ മഹത്വവും അവർ ആത്മാവിൽ ആനന്ദിച്ച് അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മുടെയൊക്കെ ദേശങ്ങൾ എത്രയോ രക്തസാക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊന്നും ആരും മീഡിയയിൽ എങ്ങും അവരെക്കുറിച്ച് ആരും പറയാറില്ല. സോ മെനി ഓഫ് ദം, ആയിരക്കണക്കിന്. ഹല്ലേലൂയ. ചില ദേശങ്ങളെ ദൈവം ജഡ്ജ് ചെയ്യും കേട്ടോ. ദൈവം സ്നേഹിക്കുന്ന ദൈവം തന്നെയാണ്, കരുണയുള്ള ദൈവമാണ്, ഒത്തിരിയും ക്ഷമാശീലനായ ദൈവമാണ്. പക്ഷെ ഇന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യം ദൈവം എന്നെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കും. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരുടെ, കർത്താവിനെ സ്നേഹിച്ച ദൈവത്തെ, ഭഗവാനെ, ഈശ്വരനെ ഇത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ച വ്യക്തികളെ നിഷ്കരണം വധിച്ചവരുടെ രക്തം, ആ രക്തസാക്ഷികളുടെ രക്തം ചില ദേശങ്ങളിൽ ഇങ്ങനെ തളം കെട്ടി പൊങ്ങി നിൽക്കുമ്പോൾ ദൈവം അത് നിശബ്ദനായ എക്കാലവും ഇരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അപ്പം ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, ക്ഷമയുടെ സാഗരമാണ്, കരുണയുടെ സാഗരമാണ്, ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. മക്കൾക്ക് ദൈവം ചേർത്ത് നിർത്തുന്നവനാണ്, കെട്ടിപ്പിടിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. അപ്പോൾ തന്നെ ആ ദൈവം നീതിയോടെ വിധിക്കുന്നവനുമാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെയൊക്കെ ദേശങ്ങളെ, ഈ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ രക്ഷയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, ലോകം മുഴുവനും ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കൂടി ഞങ്ങൾ ഇന്ന് ഈ ഒരു ഈവനിങ്ങിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചുകൊണ്ട് മാനസാന്തരത്തിൽ യേശുക്രിസ്തുവിൽ ജീവിച്ച് ആ ഒരു പുതിയ ജീവിത ശൈലിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആ നിത്യമായ രക്ഷ, ആ മോക്ഷം, ആ നിത്യജീവൻ എന്ന യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ അവിടുന്ന് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. തളർന്ന അനേകർക്ക് കർത്താവ് ഇന്നേ ദിവസം ബലം നൽകുന്നു. തളർന്ന അനേകർക്ക് ഇന്ന് ഈ കൂട്ടായ്മയിൽ ഏതോ ഒരു വ്യക്തി ഏതോ ഒരു പള്ളിയിലച്ഛനോ ഏതോ ഒരു ശുശ്രൂഷകൻ നിമിത്തം വളരെയധികം വേദനിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ആരെന്ന് എനിക്കറിയാം. ഒരു ലേഡിയാണ്. നിങ്ങൾ വളരെയധികം വേദനിച്ചിരിക്കുക. ഓണസ്റ്റ്ലി നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഈ ക്രിസ്തീയ വിശ്വാസ ഗോളങ്ങളിലെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഹേർട്ടായേക്കുന്ന പലപ്പോഴും വചനപ്രഘോഷകർ, പാസ്റ്റർമാർ, അച്ഛന്മാർ, ഇങ്ങനെയുള്ളവരിൽ നിന്നേറ്റ മുറിവുകൾ കാരണം ഒരുപാട് പേര് പള്ളിയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നൊക്കെ പുറകോട്ട് മാറിയിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസ ജീവിത യാത്രയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇവരെ ആരെ നോക്കരുത്, ഒരാളെ മാത്രമേ നോക്കാവുള്ളൂ. വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശുവിനെ. വേറെ ആരെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നേറുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഓടുവാൻ. വേറെ ആരെ നോക്കിയേക്കരുത്. വേറെ ആരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനിൽ എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻ, ഈ പറയുന്ന എനിക്കും നമുക്കെല്ലാവർക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഒരാളെ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. നിന്നെ ഏറ്റവും ആഴത്തിൽ സ്നേഹിക്കുന്ന യേശു നിന്റെ ദൈവം, നിനക്ക് വേണ്ടി മരിച്ചവൻ. ആ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. അപ്പം ആ സ്നേഹം അനുഭവിക്കുമ്പോൾ ചിലപ്പം ചില വ്യക്തികൾ ചെയ്തത് അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, നിങ്ങളുടെ ഭാഗത്ത് ശരിയായിരിക്കും. പക്ഷെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അവരോട് കടിച്ചു പിടിച്ച് നമ്മൾ ക്ഷമിക്കുകയും അവരോട് ലെറ്റ് ഗോ ചെയ്യുകയും ഫൊർഗീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും, നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും, നിങ്ങളിലുള്ള ഭഗവാന്റെ, സ്വർഗത്തിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യം അതിശക്തമായി വർദ്ധിക്കുവാൻ തുടങ്ങും.
എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഭയങ്കരമായൊരു ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഏതെങ്കിലും സ്ഥലത്ത് നമ്മളൊന്ന് താഴ്ന്നു കൊടുത്തു, ചിലപ്പം പറ്റത്തില്ലെന്ന് ഇത് എളുപ്പപ്പെടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമയത്ത് ചിലപ്പം അപമാനിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കും. കർത്താവ് ഇതെല്ലാം പറഞ്ഞു. ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് കർത്താവ് നിങ്ങളെ ഹഗ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ക്രിസ്ത്യവിശ്വാസ ജീവിത യാത്ര എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ഒരു മോക്ഷയാത്രയാണ്. അപ്പം ഈ യേശുക്രിസ്തുവിനുള്ള ഈ മോക്ഷയാത്രയിൽ നമുക്ക് വേണമെങ്കിൽ വചനപ്രഘോഷകരുടെയും പള്ളിലച്ചന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും ചിലപ്പോൾ നിങ്ങളെക്കാളും ഫോൾട്ട് ഈ പറയുന്ന എനിക്കും ഈ വചനം പറയുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും. പക്ഷേ യേശുക്രിസ്തുവിലൂടെയുള്ള ആ നിത്യരക്ഷയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന ആനന്ദത്തിൽ നമുക്ക് ഇവരോടൊക്കെ ക്ഷമിക്കാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് ഉള്ളിൽ നൽകുകയാണ്. പിന്നെ ഒരു കാര്യം ഓർത്തോണം, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ തിരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഞാൻ പള്ളിലച്ചനാണ്, ഞാൻ വചനപ്രഘോഷകനാണ്, ഞാൻ പോപ്പാണ്, ഞാൻ ഇന്ന പെന്തക്കോസ്തയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ. അവിടെ വേറെ നമ്മൾ ചിന്തിക്കും അവരൊക്കെ അങ്ങനെ ഡിവിഷൻ ഉണ്ട്. അവിടെ ബൈബിൾ വചനപ്രകാരം അവിടെ വേറെ ഡിവിഷൻ ഒന്നുമില്ല. അവിടെ ഒരൊറ്റ ക്ലാസ് ഉള്ളൂ, യേശുക്രിസ്തുവിൻ്റെ ഒരു മകനും മകളും. അവിടെ കർത്താവിൻ്റെ മകനും മകളും എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ഭൂമിയിലാണ് ഈ ശുശ്രൂഷയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം അവിടെ ഈശോയുടെ മകനും മകളും, അതും കർത്താവുമായിട്ട് എത്രമാത്രം അഭേദ്യമായ ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ചിലപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തി അല്ലായിരിക്കും. ഒരു വീട്ടിൽ നിന്ന് തനിച്ച് ഈശോനെ ചിലപ്പോൾ ഒരിക്കലും ഒരു പള്ളിയിൽ പോലും പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന്, എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളറിയാം, ടോയ്ലറ്റിലൊക്കെ ഇരുന്ന് ബൈബിൾ വായിച്ച് കണ്ണുനീരോടെ യേശുവിനെ ആരാധിക്കുന്നവർ. യേശുവിൻ്റെ സന്നിധിയിൽ ചിലപ്പോഴേ അവരായിരിക്കും മുമ്പന്മാരുമാവും. നമ്മൾ വലിയ PhD തിയോളജിയും ഒക്കെ ആയിട്ട് കർത്താവിനെ സന്നിധി ചെന്ന് കഴിഞ്ഞാൽ എവിടുന്നാന്ന് ചോദിക്കും. ജസ്റ്റ് തമാശയായിട്ട് പറഞ്ഞതുള്ള കേട്ടാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. കർത്താവ് തള്ളിക്കളയത്തില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ചിലപ്പോൾ ഈശോയെക്കുറിച്ചൊക്കെ ഒത്തിരിയും പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഈശോ എന്നെ ഈ തള്ളിക്കളയത്തില്ല, കർത്താവ് നിങ്ങളെ കർത്താവ് നമ്മളെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് എളിമപ്പെടാം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം. നമുക്ക് എളിമപ്പെടാം. നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൗദ്ധിക ജ്ഞാനം ഉണ്ടെങ്കിലും പുതിയൊരു വിശ്വാസിയാണെങ്കിലും നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മൾ എളിമപ്പെടുമ്പോൾ കർത്താവിൻ്റെ ആ മഹത്വം, ആ തേജസ്, അഭിഷേകം നമ്മളെ വഴി നടത്തും. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ജീസസ്. ഈശോയ്ക്ക് നീ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഈശോ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇന്നിവിടെ പങ്കുവെച്ച എഴുതപ്പെട്ട ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് അറിയുന്നല്ലോ. യേശുവിൻ്റെ മഹാസാന്നിധ്യം ഓരോ ഭവനങ്ങളിലും നിറയപ്പെടുന്നതിനെ നന്ദി. ഓരോ വ്യക്തികളെയും കർത്താവ് ചേർത്ത് നിർത്തുന്നതിനെ നന്ദി പറഞ്ഞു. പിതാവിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഓരോ വ്യക്തികളോടും കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈശോ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2-3 ദിവസമായിട്ട് ഈ ഒരു മെസ്സേജ് പങ്കുവെക്കണമെന്ന് ഈശോ ഉള്ളിൽ അതിശക്തമായ പ്രചോദനം നൽകിയിരുന്നു. പ്രത്യേകമായിട്ട് കുറേ വ്യക്തികൾ ഇങ്ങനെ മെസ്സേജ് അയച്ചതിനോട് ചോദിച്ചു, യേശുക്രിസ്തുവിനോടുള്ള നിത്യരക്ഷ, മോക്ഷം, ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണത് സാധ്യമാകുന്നത്? ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയാകണോ? ഇതെന്നതാണ് ഞാൻ ഇന്ന് കേട്ട മെസ്സേജ് ലേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ തുടക്കം മുതൽ കേൾക്കുക. ഇതൊരു സുവിശേഷം എന്നത് ഒരിക്കലും ഒരു മതമല്ല, മതത്തിൽ ചേരുന്ന സംഭവമല്ല. മതവുമായിട്ട് പലപ്പോഴും ഇതിനെ ബന്ധിപ്പിച്ച് പോയിട്ടുണ്ട് പല ആൾക്കാരും. പക്ഷേ ലിറ്ററലി ഇറ്റ്സ് ഓൾ അബൌട്ട് വൺ പേഴ്സൺ ഹൂ ഈസ് ഇൻ ലവ് വിത്ത് യു. നിങ്ങളോടുള്ള ഭയങ്കരമായ സ്നേഹനിമിത്തം ഈ ഭൂമിയിൽ കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പലപ്പോഴും ഇന്ന് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാൻ പലപ്പോഴും ക്രിസ്ത്യാനികൾ തന്നെ, അല്ലെങ്കിൽ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ തന്നെ ഇന്ന് സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. അപ്പോൾ ദൈവത്തിന് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ക്രിസ്ത്യാനികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും ക്രിസ്ത്യാനികൾക്കിടയിലുള്ള തർക്കങ്ങളും മിനിസ്ട്രി പൊളിറ്റിക്സും സഭാ തർക്കങ്ങളും വിഷയങ്ങളൊക്കെ കാരണം സാധാരണ ഒരു മനുഷ്യന് യേശുവിനെ അനുഭവിച്ചറിയാൻ ക്രിസ്ത്യാനികൾ എന്ന് തടസ്സമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവം ഇങ്ങനെ ദൈവത്തിൻ്റെ സന്ദേശം ഓരോ സ്ഥലങ്ങളിൽ ഓരോ വ്യക്തികളിലൂടെ ദൈവം എത്തിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ദൈവത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്രിസ്ത്യാനികളെ നോക്കരുത്. ക്രിസ്ത്യാനികളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡുകളും സംഭവങ്ങളൊന്നും നോക്കി അത് വെച്ച് യേശുക്രിസ്തുവിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. കർത്താവിന്, ഞാനിത് പറയുന്നത്
പ്രത്യേകമായിട്ടും അക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ, അക്രൈസ്തവം എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന ഓരോ സാധാരണ മക്കൾക്കുമുള്ള ഒരു സന്ദേശമാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹം എന്നും നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ആ സ്നേഹത്തിൽ നമുക്ക് ഓരോ ദിവസവും അനുഭവിച്ച ആ സ്നേഹത്തിൽ നിലനിന്ന് ക്രിസ്തുവിൽ നമുക്ക് മുൻപോട്ട് ജീവിക്കാം.